ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ റൈസിൻസുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈ ഒരു ഗീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഈ സെയിം ഗീയിലേക്ക് തന്നെ ഞാനിവിടെ ഒരു 4 വലിയ സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇതിൻ്റെ ക്യാരറ്റിൻ്റെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അതൊന്ന് പോകുന്നത് വരെ നമുക്കിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ല കട്ടിയുള്ള പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് പാലൊന്ന് വറ്റി വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ പാലൊക്കെ നന്നായി തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിലാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പാൽ ആഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ പഞ്ചസാര ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാരറ്റിൻ്റെ കളറ് നമുക്ക് നല്ലൊരു ഓറഞ്ച് കളർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു ടൈമിൽ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടി ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിക്ക് പകരം നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഹൽവ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച റൈസിൻസും അതുപോലെ കാഷ്യൂ നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ റെസിപ്പിയെ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.
പിന്നെ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് തികച്ചും ഫ്രീ ആണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.